Hi all, assalamu alaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്നൊരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഒരു മന്തിയാണ്. പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മന്തിയുടെ അരിയാണ്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഒന്ന് ഇട്ട് വെക്കണം. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഇട്ട് വെക്കണം കേട്ടോ. ഇത് ഗോൾഡൻ റൈസ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അതൊന്ന് പൊതിർന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ വെച്ച് അത്രയും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 1 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാഗി ക്യൂബ്, ഒരു മാഗി ക്യൂബിൽ 2 എണ്ണം ഉണ്ടാവുമല്ലോ, 2 ക്യൂബ്സ് ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ പീസസ് ആയിട്ടല്ല, 2 പീസായിട്ടാണ് സാധാരണ നമ്മൾ മന്തിയിൽ ഉണ്ടാവാറുള്ളത്. അതുപോലെയല്ല, ഇതുപോലെ കുറച്ച് ചെറുതായിട്ടുള്ള നമ്മൾ ബ്രോസ്റ്റിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെയുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് മുകളിലായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് കുത്തി കൊടുത്താലും മതി. ഇതിനുള്ളിലോട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ് നമുക്ക് സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതിയാവും, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവോള ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഇപ്പോൾ ഒന്ന് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലുള്ള പാട്ട് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ക്യൂബ് 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2 ക്യൂബ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ഏലക്ക, അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ പീസ് പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കുരുമുളക്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായി ബിരിയാണിയിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ നമ്മളതിന് എത്രയാണോ അരി എടുത്തത് അതിന് ഇരട്ടിയായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരിയല്ലേ നമ്മൾ എടുത്തത്. 1 കിലോ അരിക്ക് നമ്മൾ 8 കപ്പ് വെള്ളമാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇവിടെ ഗോൾഡൻ റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം കൂടുതൽ വേണം കേട്ടോ.
അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പം അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ആ ഒരു വെള്ളം അതിൽ നിന്ന് ബാലൻസ് ചെയ്യാം. അപ്പം ഒരു 8.5 കപ്പ് വെള്ളമാണ് നമുക്ക് ഈ ഒരു ചോറ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അത് ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് അളന്ന് നോക്കിയാൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉണക്കനാരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്തിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നല്ല ഗ്രീനിഷ് കളറായിട്ടാണ് കേട്ടോ ഉള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ റൈസ് വെന്ത് വരുന്ന സമയത്ത് നല്ല കറക്റ്റ് ആയിട്ടുള്ള കളർ തന്നെ കിട്ടും. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഒരു വിസിൽ മതിയാവും കേട്ടോ. അത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ല കറക്റ്റ് വേവായി കിട്ടും. ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ കുക്കറൊന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വേവ് മതി. ഇനി നമ്മൾ ഇതൊന്ന് പാനിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി ചിക്കൻ പീസസൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ചിക്കൻ പീസസ് മാത്രമായിട്ടൊന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ പീസസൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഈ ഒരു വെള്ളത്തിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി 1 മണിക്കൂർ ആയതിനു ശേഷം സ്ട്രൈനറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു വിസിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിന് ഓഫ് ആക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതിനൊരു വിസിൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് അരിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കാം കേട്ടോ. ചിക്കൻ റെഡിയാക്കാനുള്ള പാനിൽ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നീട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില പുതിനയിലയാണ്. അപ്പം മല്ലിയില ഒരു 2 ടേബിൾ സ്പൂണും പുതിനയില ഒരു ടേബിൾ സ്പൂണും അത്രയും മതി. ഇതിലേക്ക് കുറച്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെർമിറ്റഡ് ഫുഡ് കളറാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മളൊരു ചെറിയ പീസ് ചിക്കൻ ക്യൂബ് കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മസാല വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കനിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞളൊന്ന് വെള്ളത്തിൽ കലക്കിയതാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ അരിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചിക്കനിലോട്ട് എടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള 1/2 ടീസ്പൂൺ ഫുഡ് കളറേ ഉള്ളൂ, അതൊന്ന് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് ഓയിൽ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മന്തിയാണല്ലോ, അപ്പോൾ നമുക്ക് ഇതിനൊരു സ്മോക്കി സ്മെല്ല് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോളൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കനലാണ് യൂസ് ചെയ്യുന്നത്. കനലെടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പുക വരും. പുക വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കുക്കറൊന്ന് മൂടി വെക്കണം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലുള്ള കനലൊക്കെ ഒന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ചിക്കന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് റൈസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്